ഹലോ ഗൈസ്, ഇന്നൊരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. ഒരു ചെറിയ മാല, അതിനൊരു ലോക്കറ്റ്. എത്രമാത്രം നന്നാവുന്നൊന്നും അറിയില്ല, നമ്മളെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു ലോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പശ മീശോ ഒന്ന് വാങ്ങിച്ചതാ കേട്ടോ, ബാക്കിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാ. പിന്നെ ഈ ഒരു മുത്ത് വെച്ചിട്ടാണ് നമ്മൾ ലോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഷീറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് ഒരു ലോക്കറ്റ്, ഒരു ചെറിയ ലോക്കറ്റ്. ഇതിൻ്റെ തുടക്കം മാത്രമാണ് കേട്ടോ. നന്നാവോ ഭംഗി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഈ ചെയിനിനാണ് ഒരു ലോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായ ഒരു കഷ്ണം ആ ഷീറ്റുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മളെ മനസ്സിലൊരു ചിത്രം ഉണ്ടാവണം കേട്ടോ, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് ആ ഒരു ഐഡിയക്ക് നമ്മൾ ആ ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെറിയ ലോക്കറ്റായിട്ട് വിചാരിച്ചത്, അപ്പം അതിന് ലേശം മുത്ത് മതി. അപ്പം ഇങ്ങനെ പശ തേച്ചിട്ട് നമ്മളാവശ്യമുള്ള മുത്ത് നമ്മളെ മനസ്സിലുള്ള ഡിസൈൻ അനുസരിച്ച് ഒട്ടിച്ച് കൊടുക്കുക. എൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ ഡിസൈൻ, ഭംഗിയുണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും അങ്ങോട്ട് വലിയ വലിപ്പമൊന്നും ഇല്ലാതെ ഒന്ന് ചെയ്ത് വന്നപ്പം നല്ല രസമൊക്കെ ആയി തോന്നിയിട്ട് എനിക്ക്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട്. പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ തോന്നും, പിന്നെ ഉണ്ടാക്കാൻ ഉള്ളൊരിത് വരും. എൻ്റെ ലോക്കറ്റ് ഇങ്ങനെ കേട്ടോ, എൻ്റെ മനസ്സിലൊരു ചിത്രം ഇങ്ങനെയായി. അങ്ങനെ നമ്മൾ ബാക്കി വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. അത് വൃത്തിക്ക് കട്ട് ചെയ്യണം കേട്ടോ, പിന്നെ ആ കവർ കാണും. അത് കാണാത്ത രീതിക്ക് കുഴപ്പമില്ല, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ അയപ്പിന് ഇത്ര വലിപ്പം വേണ്ടല്ലോ, അപ്പം നമ്മൾ അതൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ ആ ചെറിയ പിന്നെ ബാക്കി വന്ന കഷ്ണം ഒഴിവാക്കണം കേട്ടോ, അതുകൊണ്ട് വീണ്ടും നമുക്കിത് ഉണ്ടാക്കാം. അങ്ങനെ ബാക്കിലിങ്ങനെ ഒട്ടിച്ചിട്ട് നല്ലോണം വെയിൽ കൊള്ളിച്ചണം കേട്ടോ. ഞാൻ നല്ല 2 മണിക്കൂറോളം വെയിലത്ത് വെച്ച് ഉണക്കിയതിൻ്റെ ശേഷമാണ് എടുത്തുകൊണ്ടുവന്നത്. അപ്പം എനിക്ക് ഈ അവസ്ഥയിലാണ് കിട്ടിയത്. ഇനി നമ്മൾ അതിന്മേൽ ചെയിൻ ഇട്ടെടുക്കുക. ഈ ചെയിൻ അപ്പം എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? ഇതാണ് ചെയിൻ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും.